പക്ഷെ ആരും ലൈക്ക് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്റെ ഡ്രസ് കളക്ഷൻസ് ആണ് കേട്ടോ. ഇപ്പം കല്യാണത്തിന് മുന്നുള്ള ഡ്രസ്സുകളും ഉണ്ട്, കല്യാണത്തിന് ശേഷമുള്ള ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ. കല്യാണത്തിന് മുന്നുള്ള ഡ്രസ്സുകൾ സത്യം പറയാൻ വെച്ചാൽ എനിക്കിപ്പോ കേറില്ല, ഒന്നും എനിക്ക് കേറില്ല, അഴിച്ചിടാണ്ട് എനിക്ക് ഒന്നും കേറില്ല കേട്ടോ. ഞാനിപ്പോ അധികം തടി വെക്കാത്ത ടൈപ്പ് ആയതുകൊണ്ട് ഇപ്പോഴല്ല കേട്ടോ, കല്യാണത്തിന് മുന്നേ വരെ ഞാൻ അങ്ങനെ തടി വെക്കാത്ത ടൈപ്പ്. ഇപ്പോഴായാലും നിങ്ങൾക്ക് വീഡിയോയില് കാണുമ്പോൾ അങ്ങനെ വലിയ തടിയും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. എന്നാലും പൊടിക്ക് തടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡെലിവറി കഴിഞ്ഞാലും ചിലപ്പോൾ എനിക്ക് ആ ഡ്രസ്സുകളൊക്കെ എനിക്ക് കൊള്ളും. അപ്പൊ ഞാൻ ഇന്നും ഇങ്ങനെ കളയാറൊന്നുമില്ല. കോളേജിലേക്ക് പോകുമ്പോഴുള്ള ഡ്രസ്സുകളും ഞാൻ പ്രൈവറ്റിലാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇടവിട്ട് 2 ദിവസം ഞങ്ങൾക്ക് കളറാണ്. കോളേജിൽ പോയ ഡ്രസ്സുകളും ഉണ്ട്, പിന്നെ എന്താ പറയാ, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സുകളുണ്ട്, കുറെ ഡ്രസ്സുകളുണ്ട്. അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ ഡ്രസ്സ് എന്ന് പറയണത് ഒരു ഗ്രീൻ കളറിലെ ഒരു ചുരിദാറാണ് കേട്ടോ. ഞാന് ഈ ഡ്രസ്സുകൾ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഈ ഒരു സൈഡിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഫുള്ളായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടുള്ള ഫോട്ടോ എനിക്ക് ഉറപ്പില്ല എല്ലാ ഡ്രസ്സിട്ടുള്ള ഫോട്ടോ എൻ്റെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുക, കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. എനിക്ക് ഗാലറിയിൽ അങ്ങനത്തെ ഒരു പൊട്ട സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നോക്കിയിട്ട് കൂടുതലും ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ വല്ല ഈ ഡ്രസ്സിന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പാണ് കേട്ടോ, ഗ്രീൻ കളറില്. എനിക്കിങ്ങനെ മെറ്റീരിയലിന്റെ പേര് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഡ്രസ്സ് എന്ന് ഞാൻ കാണിച്ചു തരാം. അത്ര എനിക്ക് പറയാൻ അറിയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു മെറ്റീരിയൽ ആയിരുന്നു അല്ലേ? ഇതൊരു മെറ്റീരിയൽ ആയിരുന്നു. ഇത് നമ്മൾ തയ്പ്പിച്ചതാണ് കേട്ടോ. ഈ ഡ്രസ്സ് തയ്പ്പിച്ചതാണ്. അപ്പൊ ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ ഒരു ടോപ്പ് എന്ന് പറയുന്നത്. ഇതിന് പാൻറ്റും അതുപോലെ തന്നെ ഒരു ഷോളും വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ പൂവൊക്കെ ആയിട്ടുള്ള ഒരു പൂവല്ല, ബട്ടർഫ്ലൈ ആട്ടോ ആയിട്ടുള്ള ഒരു ടോപ്പും ഷോളും വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ഡ്രസ്സ് കേട്ടോ. ഇതൊക്കെ കല്യാണത്തിന് മുന്നുള്ള ഡ്രസ്സുകളാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റ് ടോപ്പാണ്. കൂടുതലും ചുരിദാറുകളാണ് എൻ്റെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റ് ടോപ്പാണ് കേട്ടോ. ഇതിൽ പ്രിന്റ് വരുന്നുണ്ട്, കണ്ടോ. ക്രിസ്മസിനായിട്ട് മേടിച്ചിട്ടുള്ളതാട്ടോ. അപ്പൊ ഞാനിത് ഈ ഒരു ടോപ്പ് ജോലിക്ക് പോകുമ്പോൾ മേടിച്ചിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, വൈറ്റ് ആയതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പാട്ടോ. നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ടോപ്പാട്ടോ. ഈ ഒരു ടോപ്പാണ്. ഇത് ഞാൻ കല്യാണത്തിനായിട്ട് മീൻസ് കല്യാണം കഴിഞ്ഞിട്ട് മേടിച്ചിട്ടുള്ള ഒരു ടോപ്പാട്ടോ, ഗ്രീൻ കളറിൽ. ഇത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഇതിലും വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഉണ്ടോ. അതുപോലെ തന്നെ സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. ഈ ഒരു അറ്റത്തായിട്ടൊരു വർക്ക് വരുന്നുണ്ട്, അടിയിലേക്കൊന്നുമില്ല കേട്ടോ വർക്ക്. നെക്സ്റ്റ് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. ഗിഫ്റ്റ് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ കടയിലത്തെ ചേച്ചിമാരും എല്ലാവരും കൂടിയിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാട്ടോ ഇത്. ഇതിന്റെ കളറ് എന്താ പറയാ, അതായത് ഇവിടെയും നെക്കിന്റെ ഭാഗത്ത് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ. ഈ ഒരു ടോപ്പ് കേട്ടോ, നല്ലതാ. പക്ഷെ ഇപ്പോഴൊന്നും ഇതൊന്നും എനിക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നും ഇടാൻ കേറില്ല എനിക്ക്, വയറുള്ളതുകൊണ്ട്. അത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വീഡിയോയിൽ കാണുന്നുണ്ടാവും ചിലപ്പോൾ തടി വെച്ചിട്ടില്ല എന്ന്. പക്ഷെ എനിക്ക് വയറുള്ളത് കൊണ്ട് എനിക്ക് എല്ലാ ഡ്രസ്സും കേറൊന്നുമില്ല. പിന്നെ ഞാൻ അത് അഴിച്ചിടാൻ നിൽക്കണം, അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിൽക്കില്ല. അടുത്ത ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ കല്യാണത്തിന്റെ സമയത്ത് കസിനിൽ ആരും കൂടെ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ടോപ്പ്. കണ്ടോ, ഇതിന്റെ കൈയിന്റെ അവിടേക്കും
വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ഈ അടിഭാഗത്ത് ഇതുപോലെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ടോപ്പാട്ടോ. ഇതെനിക്ക് കയറും. ഇത് ഞാൻ കല്യാണത്തിന്റെ സമയത്ത് ഞാൻ ഇത് ഭയങ്കര ലൂസായിട്ട് ഇട്ട് നടക്കണ്ടായിരുന്നത്. ഇതിന് പാൻറ്റും അതുപോലെ തന്നെ ഷോളും വരുന്നുണ്ട് കേട്ടോ. പാൻറ്റിന്റെ താഴെ ഇതുപോലെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാൻറ്റും അതുപോലെ തന്നെ ഷോളില് എന്താ പറയാ, കുഞ്ഞി കുഞ്ഞി ഗിൽറ്റ് കാണുന്നുണ്ടോന്ന് അറിയില്ല, കണ്ട അത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇത് ഷോളാട്ടോ. പിന്നെ അടുത്ത ടോപ്പ് കേട്ടോ, ഇതൊക്കെ കല്യാണത്തിന് മുന്നുള്ള ടോപ്പുകളാണ് ഗൈസ്. ഇതൊക്കെ എനിക്ക് കയറും കേട്ടോ, പക്ഷെ കൈയൊക്കെ ഇത്തിരി ടൈറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു ഫ്രിൽ വർക്കൊക്കെ വരണ കണ്ടോ, നെക്കിന്റെ ഭാഗത്തും അതുപോലെ തന്നെ കൈയിന്റെ ഇവിടെയും ഫ്രിൽ വർക്ക് വരണ ഒരു ടോപ്പാട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോ ഉള്ള കാര്യത്തിലാണ് സംശയം. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് കളറിൽ, ഇത് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് തയ്പ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് ചേച്ചി ഉണ്ട്, അപ്പൊ ചേച്ചി ഉള്ള കാരണം എൻ്റെ ഡ്രസ്സ് ചേച്ചിയും ചേച്ചിയുടെ ഡ്രസ്സ് ഞാനും ഇടും കേട്ടോ. അങ്ങനെ എന്താ പറയാ, തടി അധികം ഞങ്ങൾ രണ്ടുപേരും വലിയ തടിയൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കയറൊക്കെ ചെയ്യും. അപ്പം ഇതാണ് കേട്ടോ, ഇത് നമ്മൾ വർക്ക് ചെയ്തതാട്ടോ, ആരും ചെയ്തു തന്നതല്ല. ഇത് നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു സംഭവം മേടിച്ചിട്ട് ഇത് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചതാണ്. അതുപോലെ തന്നെ ഈ ഫ്ലവർ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. ഈ ഫ്ലവർ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പില്, ലവിന്റെ ഷേപ്പില് ചെയ്തതാണ്. അപ്പൊ ഇതാണ് നെക്സ്റ്റ് ടോപ്പ് കേട്ടോ. ഇതിന്റെ കൈയിന്റെ അവിടേക്ക് നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ക്രിസ്മസിന് അതിനെന്തിനു വേണ്ടി മേടിച്ചിട്ടുള്ളതാണ്. ഷോളാണ്. അടുത്തത് ഈ ഒരു ഗ്രീൻ കളറിലൊരു കോളർ ടൈപ്പ് വരുന്ന ഒരു ഇതാട്ടോ. എന്താ ഇതൊക്കെ വർക്കിന് പോകുമ്പോ ഇട്ടിട്ടുള്ള ടോപ്പുകളാട്ടോ. ഇതൊന്നും ഞാനിപ്പോ ഇടാറൊന്നുമില്ല. കണ്ടോ, ഇവിടെ ബട്ടണൊക്കെ വരുന്നുണ്ട്, കണ്ടോ, ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ടോപ്പ്. പിന്നെ അടുത്ത ടോപ്പ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു ടോപ്പാണ് കേട്ടോ, ക്രീം കളറിൽ. ഇത് ഞങ്ങള് ഫാമിലി ഫംഗ്ഷൻ അതിന് വേണ്ടിയിട്ട് എല്ലാരും കൂടിയിട്ട് തയ്പ്പിച്ചത്. അപ്പച്ചന്റെ വീട്ടില് ഒരു ഇത് വന്നപ്പോ നമ്മള് എല്ലാരും കൂടിയിട്ട് തുണി എടുത്ത് തയ്പ്പിച്ചതാട്ടോ. ഈ ഒരു ഇത് കാണുന്നുണ്ടോ? ഉണ്ടോ? കളർ കറക്റ്റ് കാണുന്നില്ല അല്ലെ? ഇതാണ് കേട്ടോ. ഇതിന്റെ കൈ ഫുള്ളായിരുന്നു, ഞാൻ എന്നിട്ട് ചെറുതാക്കി, ഫുള്ളാക്കണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ അടുത്തത് ഒരു സ്ലീവ്ലെസ് ടോപ്പാട്ടോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ കേട്ടോ. ഒരു സ്ലീവ്ലെസ് ഇതാണ്. ഇതിന്റെ അടിയിൽ ഞാൻ ഇടും കേട്ടോ. ഇതിന്റെ അടിയിൽ ടോപ്പിന്റെ അടിയിൽ ഞാൻ വൈറ്റ് ഇന്നർ ബനിയനോ അങ്ങനെ എന്തെങ്കിലും ഇടും, എന്നിട്ടാണ് ഞാൻ ഇടാറുള്ളത്. സ്ലീവ്ലെസ് ഞാൻ ഇടാറില്ല. ഇത് നെക്സ്റ്റ് ടോപ്പ് ഇതാണ് കേട്ടോ, സ്ലീവ്ലെസ്സിൽ ഒരു വരുന്ന ഒരു ടോപ്പ്. അടുത്ത ടോപ്പ് എന്ന് പറയുന്നത് സ്റ്റാർ ഒക്കെ വരുന്ന ഒരു ടൈപ്പ് ടോപ്പാട്ടോ. ഇത് ഭയങ്കര എന്താ പറയാ, ഇതിനെന്താ പറയാ, ഒട്ടി കിടക്കണം, ദേഹത്ത് ഒട്ടി കിടക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ ഇത്. ഇതൊക്കെ ഞാൻ കോളേജിക്ക് ഇട്ടിട്ട് ഒരു വിത്തായിട്ടുള്ള ടോപ്പാണ്. എന്നാലും വലിയ കേടും കാര്യങ്ങളൊന്നും ഇല്ല, എന്താ പറയുക, നാശമായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ കോളേജിക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ ജോലിക്ക് പോകുമ്പോഴും ഈ ഒരു ടോപ്പ് കുറേ വട്ടം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ടോപ്പ് വരുന്നത്. സ്റ്റാർ ഒക്കെയാണ് കേട്ടോ. ഇതിന്റെ കൈ നെറ്റാണ് കേട്ടോ, കാണുന്നുണ്ടോന്ന് അറിയില്ല, കൈ നെറ്റാണ് കേട്ടോ, എന്നെ കാണാണ്ടോ? അടുത്തത് ഈ ടോപ്പാണ്. പിന്നെ ഒരു ബ്ലൂ കളറില് ബട്ടൺസ് ഒക്കെ വരുന്ന ഒരു ഇത്. സാധാരണ പ്ലെയിൻ ആണ് കേട്ടോ, പ്ലെയിൻ ചുരിദാറാണ്. ഇതിന്റെ തന്നെ ഒരു കളറും കൂടി ഉണ്ട്, ബ്ലൂ പിന്നെ ഗ്രീനും കേട്ടോ. കണ്ടോ? അതന്നെ ആ മോഡൽ തന്നെ ബട്ടൺസ് ഒക്കെ വരുന്ന ടൈപ്പ്. ഇതിന്റെ ഒക്കെ ഫോട്ടോസ് ഉണ്ടോന്നും വലിയ പിടിയില്ല കേട്ടോ. നെക്സ്റ്റ് ടോപ്പ് വരുന്നത് സ്ലീവ്ലെസ് ആണ് കേട്ടോ. സ്ലീവ്ലെസ് ടോപ്പ് ഭയങ്കര ലൈറ്റ് ബ്ലൂ എന്ന് തന്നെ പറയാം കേട്ടോ. കണ്ടോ, ഇങ്ങനത്തെ കട്ടിങ് ഒക്കെ വരുന്ന ഒരു ചുരിദാറാണ്. പിന്നെ ഒരു കോട്ട് ഉണ്ട്,
കോട്ട് പക്ഷെ കാണാനില്ല, എവിടെയാണെന്ന് അറിയില്ല. കോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ഇതൊക്കെ കെട്ടൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്കും കെട്ട് വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ടോപ്പ് ഒരു പിങ്ക് കളറിൽ കേട്ടോ. ഇത് പ്ലെയിൻ ചുരിദാറാണ്, സ്ലീവ്ലെസ് തന്നെയാണ്. ഇതിനൊക്കെ ഞാൻ സ്ലീവ്ലെസ്സിനെ ചിലപ്പോ ഈ ഒരു ടോപ്പിന് ഞാനിപ്പോ വേറെ ചുരിദാറിന്റെ കോട്ട് ഞാനിടും, അതും ഞാൻ ഇതിനൊപ്പം വെയർ ചെയ്യും കേട്ടോ. സാധാരണ പ്ലെയിൻ ചുരിദാറാണ്, ഒന്നും ഇപ്പൊ ഇടാൻ പറ്റില്ല. അടുത്തത് ഒരു ജീൻസിന്റെ ടോപ്പാട്ടോ. ജീൻസിന്റെ ടോപ്പ് എൻ്റെ കയ്യിൽ കുറെ ഉണ്ട്, പക്ഷെ എനിക്ക് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. കുറച്ചൊക്കെ അവിടെ ഇരിക്കണം കേട്ടോ. ചേട്ടൻ്റെ വീട്ടിലാണ് കുറച്ചൊക്കെ ഇരിക്കണേ. ഞാൻ എല്ലാതും അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടൊന്നുമില്ല. ഇത് കല്യാണത്തിന്റെ അവസരത്തിൽ മേടിച്ചിട്ടുള്ള ടോപ്പാട്ടോ. കണ്ടോ, ഒരു ബട്ടർഫ്ലൈ ഒക്കെ വരുന്നുണ്ട്. ബാക്കില് ഹുക്കൊക്കെ ഉണ്ട് കേട്ടോ. രസം. അതൊരു ടോപ്പ്. പിന്നെ അടുത്തത് ഒരു ജീൻസിന്റെ ടോപ്പാട്ടോ. ഇതും കല്യാണത്തിന്റെ അവസരത്തിൽ മേടിച്ച ടോപ്പ് തന്നെയാ. കല്യാണത്തിന്റെ അവസരത്തിൽ ഞാൻ 2-3 ടോപ്പുകൾ, ജീൻസിന്റെ ടോപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും വിശ്വസിക്കുന്നു, ഉറപ്പൊന്നുമില്ല. പിന്നെ അടുത്ത് വരുന്ന ഒരു വൈറ്റിലാണ് കേട്ടോ. വൈറ്റ് ഒരു ടോപ്പ്, സ്ലീവ്ലെസ് ആണ്. ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കണ്ടോ, ഈ ഒരു എലാസ്റ്റിക് ടൈപ്പ് ആട്ടോ ഈ ഒരു ടോപ്പ് വരുന്നത്. ഇങ്ങനെ കട്ടിങ് ഒക്കെ വന്നിട്ട്, പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, ഇങ്ങനെ പറയാനൊന്നും എനിക്കറിയില്ല. ഇതിന്റെ ഒപ്പം തന്നെ ഒരു കോട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒരു ഗ്രീൻ കളറിൽ കോട്ട് വരുന്നുണ്ട്. ഇതിന്റെ ഒക്കെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഫോട്ടോ ഒക്കെ ഞാൻ ഇടാം. അപ്പൊ ഇതാണ് അടുത്തൊരു ടോപ്പ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പ് പിങ്ക് കളറില്, ലൈറ്റ് പിങ്കില് ഇങ്ങനെ ഒരു വർക്ക് വരുന്നൊരു ടോപ്പ് കേട്ടോ. കൈമയ്ക്കും ഉണ്ട് അതുപോലെ ആ ഒരു ഷേപ്പിൽ തന്നെ വർക്ക് കേട്ടോ. ഇതൊക്കെ ജോലിക്ക് പോകുമ്പോ ഇട്ടിട്ടുള്ള ടോപ്പുകളാട്ടോ. അടുത്തത് ഇതൊക്കെ ഇട്ടിട്ട് ഒരു വിധായിട്ടുള്ള ടോപ്പാട്ടോ. ഓറഞ്ചില് ഇവിടെയൊക്കെ ഗിൽറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് അടുത്തൊരു ടോപ്പ്. ഇത് എനിക്കും ചേച്ചിക്കും ഒരേപോലത്തെ മേടിച്ചിട്ടുള്ളതാട്ടോ. ഇതിപ്പോ മേടിച്ചിട്ടുള്ളതൊന്നുമല്ല, എത്ര കൊല്ലം മുന്നേ മേടിച്ചിട്ടുള്ള ടോപ്പാന്ന് അറിയും. ഇതിന്റെ ഒക്കെ ഒരു പരിപ്പളകിണ്ട്. ഇത് എനിക്ക് 2 പേർക്കും ഒരേപോലത്തെ നമ്മള് മേടിച്ചതാട്ടോ. പണ്ട് ഒരേപോലത്തെ ഒക്കെ മേടിക്കണ ഒരു ഇത് ഉണ്ടായിരുന്നു 2 പേർക്കും. കണ്ടോ, ഇത് ബാക്കില് കെട്ടൊക്കെ വരുന്നുണ്ട്. ആ ഒരു ടോപ്പ് കേട്ടോ. 2 പേരുടെ ഒരേപോലത്തെ ഡ്രസ്സുകള് ഇനിയും ഉണ്ട്, ഞാനത് എല്ലാതും എടുത്തിട്ടില്ല. അടുത്ത ടോപ്പ് വരുന്നത് കണ്ടോ, ഈ ഒരു ടോപ്പാണ്. ഇതിങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പേര് പറയാനൊന്നും എനിക്കറിയില്ല. നെക്സ്റ്റ് ടോപ്പ് ഒരു പിങ്ക് കളറിലുള്ള ഒരു ടോപ്പാട്ടോ. വർക്കൊക്കെ വന്നിട്ട് ഉണ്ടോ, ഈ ഒരു മോഡൽ കേട്ടോ. ഇവിടേക്ക് തന്നെ വർക്കുള്ളൂ, അടിയിലേക്കൊന്നും വർക്കില്ല കേട്ടോ. ഈ ഒരു ടോപ്പ്. പിന്നത്തെ ടോപ്പ് ഇത് ഓൺലൈൻ മേടിച്ചതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ഓർമ്മയില്ല, ഓൺലൈനിന്ന് മേടിച്ചതാന്ന് തോന്നുന്നു. ഓൺലൈനിൽ ഇതുപോലെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ. അടുത്തത് ഈ ഒരു കുറെ കളറുകൾ വരുന്ന ഒരു ടോപ്പാട്ടോ. നെക്സ്റ്റ് ഒരു ബ്ലൂ കളറിൽ, ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചതാട്ടോ. ഓൺലൈനിൽ ഞങ്ങൾക്ക് 2 പേരുടെ ബർത്ത്ഡേക്ക് 2 പേർക്ക് ഒരേപോലത്തെ മേടിച്ചതാണ്. പക്ഷെ ഇതിന്റെ ഒരെണ്ണം അപ്പുറത്തായിരിക്കണേന്ന് തോന്നുന്നു. ഈ ഒരു കൈൻ്റെ അവിടെ ഇങ്ങനെയും അതുപോലെ തന്നെ ഈ താഴേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. 2 പേർക്ക് ഒരേപോലത്തെ മേടിച്ചതാട്ടോ. ബർത്ത്ഡേ 2 പേരുടെയും ഒരു ദിവസത്തിന്റെ വ്യത്യാസമുള്ള 2 പേരുടെയും, എന്റെയും ചേച്ചിയുടെയും. അപ്പൊ അങ്ങനെ മേടിച്ചതാട്ടോ. അടുത്ത ടോപ്പ് ഒരു ബ്ലൂ കളറില്, ഈ ഒരു ടോപ്പാട്ടോ. ഇതിന്റെ കഴുത്തിന്റെ ഈ ഭാഗത്ത് കണ്ടോ ഇങ്ങനത്തെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ടോപ്പാണ് അടുത്തത്. പിന്നെ വരുന്നത് ഇതും അതുപോലെ തന്നെ ഇട്ടിട്ട് കോളേജിലേക്കായാലും പിന്നെ ജോലിക്കായാലും ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇത് കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്തോളട്ടെ, എൻ്റെ ഈ ടോപ്പ് കണ്ടിട്ടുണ്ടോന്ന്. ഇത് കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ കോളേജിലേക്ക്. പ്രാവശ്യം ഇട്ടിട്ട് നന്നായില്ല.
ഈ ഒരു ടോപ്പ്. അടുത്തത് വരുന്നത് ഇതും പുലിക്കളിക്ക്. ഞാൻ ഈ ഒരു ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പറയാ പുലിക്കളിക്ക് പോകണ്ടോന്ന്, ഈ പുലിക്കളിക്ക് പോകണ്ടോന്ന് ചോദിക്കുക. ഇതും കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ളതാണ്. ഞാൻ കോളേജ് പാസ് ഔട്ട് ആയതപ്പോഴാ 21-ലാട്ടോ. 21-ൽ ഞാൻ പാസ് ഔട്ട് ആയതാണ്. ആ ഒരു ടൈമിലുള്ള 18-ലാട്ടോ ഞാൻ കോളേജിൽ കയറിയത്. ആ ഒരു ടൈം തൊട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇതിന്റെ ബാക്ക് ഫുള്ളി പുലിക്കളിക്ക് പോണ പോലത്തെ ഇതാട്ടോ. അങ്ങനെ പറയണതാണ്. ഫുള്ള് ഇതിങ്ങനെ സിബ്ബ ഉണ്ടോ. ഹായ് ഈ ഒരു ടോപ്പ്. പിന്നെ ഇത് ഈ ഒരു ടോപ്പ് കേട്ടോ. ഈ ഒരു ടോപ്പ് ഇതിന്റെ അടിയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിന്റെ ഒപ്പം ഒരു കോട്ട് ഉണ്ട്, ഒരു ബ്ലൂ കളറിൽ കേട്ടോ. ഒരു ടോപ്പ് കോട്ടും ഉണ്ട്. ബട്ടൺ ടൈപ്പ് ആണ് കേട്ടോ. ഗ്രീൻ കളറിലൊരു ടോപ്പ്, ബട്ടൺ ടൈപ്പ്. അടുത്തത് ഇതുപോലെ ഒരു ബ്ലൂ കളറിലൊരു ടോപ്പാട്ടോ. ഉണ്ടോ ഒരു ടോപ്പ്. നെക്സ്റ്റ് ഇത് എന്റെ ഇതുപോലെ തന്നെ ബർത്ത്ഡേക്ക് എനിക്ക് ഈ കളറും ചേച്ചിക്ക് ഇതിന്റെ ഒരു ക്രീമോ അങ്ങനത്തെ ഒരു പോലത്തെ കളറിൽ മെറ്റീരിയൽ തന്നിട്ട് ഞങ്ങളോട് തയ്ക്കാൻ വന്നിട്ട് ബർത്ത്ഡേയുടെ ടൈമിൽ കേട്ടോ. ബർത്ത്ഡേയുടെ ടൈമില് അപ്പൊ തയ്പ്പിച്ചിട്ടുള്ളതാട്ടോ. രണ്ടുപേരും ഒരേപോലത്തെ മോഡലൊക്കെ കൊടുത്ത് തയ്പ്പിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഞങ്ങള് ഒരേപോലത്തെ ഡ്രസ്സ് ആണ് ബർത്ത്ഡേക്ക്. കാരണം ഈ ഒരു ദിവസത്തിന്റെ വ്യത്യാസമുള്ള കാരണം സെപ്റ്റംബർ 9-ാം തീയതി ചേച്ചിയുടെ ബർത്ത്ഡേയും സെപ്റ്റംബർ 10-ാം തീയതി എന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ദിവസത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ അങ്ങനെയെന്ന് വിചാരിക്കണ്ടാവും. ഈ ഒരു വ്യത്യാസമുണ്ട്. ആയിരത്തി 1999 ചേച്ചിയുടെ ഇയർ, എന്റെ 2000 ആണ്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമുള്ള കേട്ടോ. അപ്പൊ അത് ഇതാണ് കേട്ടോ ടോപ്പ്. ഇത് ഭയങ്കര നല്ല ഇഷ്ടമുള്ള ഒരു ടോപ്പ് കേട്ടോ. പക്ഷെ ഇത് കേറില്ല. ഈ ഒരു ടോപ്പ് കേട്ടോ തയ്പ്പിച്ചതാണ് നമ്മള്. പിന്നെ ഇതിന്റെ ഒരു മെറ്റീരിയൽ ആട്ടോ. അച്ഛൻ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ തയ്പ്പിച്ചതാട്ടോ. ഒരു പ്ലെയിൻ ചുരിദാർ, പ്ലെയിൻ അല്ല, ഇതൊരു വൈറ്റ് കളറിൽ ഇത് വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് കേട്ടോ. പ്ലെയിൻ അല്ല, പെട്ടെന്ന് കാണുമ്പോൾ പ്ലെയിൻ ആയിട്ട് തോന്നും. ഇത് കൂടുതലും നിങ്ങൾ ഓൺലൈൻ നമ്മൾ മേടിച്ചിട്ടുള്ളതാട്ടോ. ഓൺലൈൻ മേടിച്ചിട്ടുള്ളതാണ്. ഇത് ഇപ്പോഴൊന്നല്ല, നമ്മുടെ 21-ലാന്ന് തോന്നുന്നു. 21-ല് എല്ലാവരും ഈ ഒരു ടോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടിട്ട് മേടിച്ചതാട്ടോ. ഞങ്ങൾ ഇതിന് ബെൽറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കയ്യമ്മയ്ക്ക്. ഇതിന്റെ ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. കയ്യമ്മ ഇങ്ങനെ ഓട്ടോട്ടയായിട്ട് കണ്ടോ ഈ ഒരു ടോപ്പ്. ബെൽറ്റ് ഒക്കെ ഉണ്ട്. ബെൽറ്റ് ഒക്കെ എവിടെയാണോ അറിയില്ല, തമ്പുരാനറിയാം. പിന്നെ അടുത്തത് ഒരു മുന്തിരി കളറിലൊരു സ്ലീവ്ലെസ് ടോപ്പാട്ടോ. പിന്നെ കോട്ട് വരുന്നുണ്ട്. ഈ ഒരു ടോപ്പ് കോട്ട് വൈറ്റിലാണ് കേട്ടോ. വൈറ്റില് ഇതുപോലെ ഡോട്ട് ആയിട്ട് കണ്ടോ. ഡോട്ട് ആയിട്ട് ഒരു കോട്ടാണ് വരുന്നത്. കെട്ടാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതുപോലെ എന്താ പറയാ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉള്ളില് ഇതുപോലെ വൈറ്റോ അല്ലെങ്കിൽ ബ്ലാക്കോ എന്തെങ്കിലും ഇന്നർ ബനിയൻ ഇടും. ആ ഒരു ബനിയനാട്ടോ ഇത്. പിന്നെ ഇത് ജീൻസിന്റെ ടോപ്പാണ് കേട്ടോ. ഈ വവ്വാലിന്റെ പോലത്തെ ഒരു കൈയൊക്കെ ഉള്ള പോലത്തെ. പേരൊക്കെ ഉണ്ടാവും കേട്ടോ, അങ്ങനെ കമന്റ് ചെയ്യരുത്. ഇവിടെ കെട്ടാം. അടുത്തത് ഒരു ബ്ലാക്കിൽ കുറച്ച് വർക്ക് വരുന്ന ഒരു ടോപ്പാട്ടോ. ഇതുണ്ടോ. ഇതും ഞാൻ കോളേജിൽ കിട്ടിട്ട് ഒരു ഇതായിട്ടുള്ള ടോപ്പാട്ടോ. അടുത്തത് ഈ ഒരു ടോപ്പാട്ടോ. ഗ്രീൻ കളറിൽ ഇങ്ങനെ ഷെൽ വർക്കൊക്കെ വരുന്ന ഒരു ടോപ്പാണ്. കൈൻ്റെ അവിടേക്കൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ബ്ലാക്ക് കളറിൽ സ്ലീവ്ലെസ് ആണ്. ഇത് ഞങ്ങൾ ഓൺലൈൻ മേടിച്ചതാട്ടോ. ഈ ഒരു കളറും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു യെല്ലോ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒപ്പം. ഇതിന്റെ അടിയിലെ ഒരു വൈറ്റ് കളറിൽ ഉള്ളൊരു ബനിയൻ അങ്ങടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങള്
ബർത്ത്ഡേയുടെ ടൈമിൽ മേടിച്ചത് തന്നെയാണ് കേട്ടോ. രണ്ടുപേർക്കും ഒരേപോലത്തെ ഇങ്ങനെ ഹുക്കൊക്കെ വരുന്ന ഒരു ടൈപ്പ്, ബാക്കിലേക്ക് ഇങ്ങനെ ഒരു ഇത് വരുന്നത് കേട്ടോ. ഇത് നല്ല ടോപ്പ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ ഇടാം. ഇതാണ് കോട്ടാണ്. ഞാൻ ഏതെങ്കിലും അങ്ങനെ ഇന്ന ചുരിദാറൊന്നുമില്ല, കുറേ ചുരിദാറുകൾക്ക് ഞാൻ ഈ ടോപ്പ് വെയർ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ ഒരു ടോപ്പാട്ടോ. ഈ ഒരു ടോപ്പ് ഞാൻ കോളേജിൽ ഇട്ടിട്ടും ഓക്കെ. ഇതിപ്പോ ഒരു എന്താ പറയാ, ഡെയിലി ഇടുന്ന കുറച്ച് ടോപ്പുകളാട്ടോ ഈ ഒരു ടോപ്പ്. ഈ ഒരു ഇതില് ഞാനിപ്പോ കാണിച്ചത് ഡെയിലി ഇടുന്ന ടോപ്പുകളാണ്. എനിക്ക് വയ്യാണ്ടായി, ഇപ്പൊ ഇത് കാണിച്ചപ്പോ തന്നെ എനിക്ക് വയ്യാണ്ടായി. അപ്പൊ ഇനിയും നിങ്ങൾക്ക് എന്റെ ഡ്രസ് കളക്ഷൻസ് കാണണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്തോളൂ. എന്റെ ഡ്രസ് കളക്ഷൻസ് ഇത്ര തന്നെ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് കേട്ടോ, നമ്മള് യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോഴാണ് കണ്ടത് കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറെ പേര് വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു എന്റെ ഇപ്പൊ ഈ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പുളിയൂണിന്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും അതിന് 20 മണിക്കൂർ അങ്ങോട്ട് ആയിട്ടുള്ളൂ കേട്ടോ. 20 മണിക്കൂറിൽ 1K അങ്ങോട്ട് വ്യൂ കയറിയിട്ടുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് ലൈക്ക് ചെയ്തൂടെ? ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം എന്റെ പുളിയൂണിന്റെ വീഡിയോ ആരും കണ്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ പോയി കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ബൈ.